നാളെ മുതൽ ഉറപ്പായി ജിമ്മിൽ പോകും, അല്ലെങ്കിൽ ആ പ്രധാനപ്പെട്ട വർക്ക് ഇന്ന് രാത്രിക്ക് മുമ്പ് തീർക്കുമെന്ന് വിചാരിച്ച് കട്ടിലിൽ കിടന്ന റീൽസ് സ്ക്രോൾ ചെയ്ത് സമയം കളയുന്ന അവസ്ഥ നിങ്ങൾ എത്ര പേർക്ക് ഉണ്ടായിട്ടുണ്ട്? വീട്ടുകാർ നമ്മളെ മടിയിൽ നിന്ന് വിളിച്ച് കുറ്റം പറയുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ എന്തിനു കൊള്ളാത്തവരാണ്. എന്നാൽ ന്യൂറോ സയൻസിൽ ഞെട്ടിക്കുന്ന പഠനങ്ങൾ പറയുന്നത് ഭൂമിയിൽ ജനിച്ച ഒരാളും പ്രകൃതി ആ മടിയനല്ല എന്നാണ്. നമ്മളെ കട്ടിൽ നിന്ന് എഴുന്നേൽക്കാൻ അനുവദിക്കാത്ത തലച്ചോറിലെ ഡോപ്പമിൻ കെമിക്കലുകൾ കളിക്കുന്ന അതിശയിപ്പിക്കുന്ന ഒരു മൈൻഡ് ഗെയിം ഇതിന് പിന്നിലുണ്ട്. എന്താണ് മടി എന്ന പ്രതിഭാസത്തിന്റെ യഥാർത്ഥ സയൻസ്? നമുക്ക് ഈ മടിയുടെ പിന്നിലെ യഥാർത്ഥ ശാസ്ത്രം വളരെ സിമ്പിൾ ആയി കീറി മുറിച്ച് നോക്കാം. ഒന്നാമത്, ആദിമ മനുഷ്യന്റെ പവർ സേവിംഗ് മോഡ്. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന കാട്ടു മനുഷ്യർക്ക് ഇന്നത്തെ പോലെ ഫ്രിഡ്ജ് തുറന്നാൽ ഭക്ഷണം കിട്ടില്ലായിരുന്നു. മൃഗങ്ങളെ വേട്ടയാടാൻ വൻതോതിൽ എനർജി വേണം. അതുകൊണ്ട് നമ്മുടെ തലച്ചോറ് നിയമം സെറ്റ് ചെയ്തു, അത്യാവശ്യമെങ്കിലും ഒരു എനർജി കളയരുത്, റെസ്റ്റ് എടുക്കുക. ആ പഴയ ഗൃഹമനുഷ്യന്റെ തലച്ചോറിലെ പവർ സേവിംഗ് മോഡ് തന്നെയാണ് ഇന്നും നമ്മൾ സോഫയിൽ കിടക്കുമ്പോൾ വർക്കാകുന്നത്. രണ്ടാമത്, ഡോപ്പമിന്റെ റീൽസിന്റെ കളി. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ പഠനങ്ങൾ പ്രകാരം നമ്മൾ ഒരു വലിയ കാര്യം ചെയ്യാൻ ആലോചിക്കുമ്പോൾ തലച്ചോറ് ഒരു കണക്കൂട്ടൽ നടത്തും. ഇതിന് എത്ര അധ്വാനം വേണം, പകരം എന്ത് ലാഭം കിട്ടും? ഒരു വശത്ത് 5 മണിക്കൂർ ഇരുന്ന് പഠിച്ചാൽ ഭാവിയിൽ കിട്ടുന്ന ലാഭം, മറുവശത്ത് വെറുതെ വിരൽ നനയ്ക്കാൻ ഒരു സെക്കൻഡ് തലച്ചോറിലേക്ക് സന്തോഷം തരുന്ന റീലുകൾ. സ്വാഭാവികമായും തലച്ചോറ് എളുപ്പ വഴിയെ തിരഞ്ഞെടുക്കുകയുള്ളൂ. ഇതിനെയാണ് ടാസ്ക് പാരാലിസിസ് എന്ന് പറയുന്നത്. മൂന്നാമത്, എക്സിക്യൂട്ടീവ് ഡിസ്ഫങ്ഷൻ. തലച്ചോറിന്റെ ലോജിക്കൽ മാനേജറായ പ്രിഫ്രോണ്ടൽ കോർട്ടെക്സ് വൻതോതിൽ സ്ട്രെസ് കാരണം തളർന്നു പോകുമ്പോഴാണ് ഈ കടുത്ത മടി വരുന്നത്. ആ സമയത്ത് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കുന്നത് പോലും എവറസ്റ്റ് കൊടുമുടി കയറുന്ന പോലെ കഠിനമായി നമുക്ക് തോന്നും. മടി എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിന് കുഴപ്പമല്ല, മറിച്ച് എളുപ്പത്തിൽ കിട്ടുന്ന ഡിജിറ്റൽ സന്തോഷങ്ങൾ അടിമപ്പെട്ട് തലച്ചോറിന്റെ കൺട്രോൾ നഷ്ടപ്പെടുന്നതാണ്. അടുത്ത തവണ കട്ടിൽ നിന്ന് എഴുന്നേൽക്കാൻ മടി തോന്നുമ്പോൾ ഓർക്കുക, നിങ്ങളുടെ ബോഡി ലോക്ക് ആയതല്ല, തലച്ചോറിന് നിങ്ങൾ കൊടുക്കുന്ന ചീപ്പ് ഡോപ്പമിൻ പവർ കൂടിയതാണ്. സ്റ്റേ ലോജിക്കൽ. ബൈ.